ഹലോ, ദിസ് ഇസ് ശബരി ശ്രീനിവാസ് ഫ്രം സൈലം ലേണിംഗ്. മക്കൾ, എമോഷണൽ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ആ ഇമോഷണൽ ചാപ്റ്ററിലെ കുറച്ച് അടിപൊളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ടുക്ക് 2 seconds ആഫ്റ്റർ ലൈറ്റ്നിങ് ഫോർ സൗണ്ട് ഓഫ് തണ്ടർ ടു റീച്ച് യു. നിങ്ങളിലേക്ക് ഇടിവെട്ടിയതിനു ശേഷം ലൈറ്റ്നിങ് എത്താൻ 2 സെക്കൻഡ് എടുത്തു. ഹൗ ഫാർ ഡിഡ് ദ ലൈറ്റ്നിങ് സ്ട്രക്ക്? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇടിവെട്ടി ആ സ്ഥലത്താണ് ലൈറ്റ് ഉണ്ടായത്, അതേ സമയം കൊണ്ട് ലൈറ്റ് നമ്മൾ കാണും. പക്ഷേ സൗണ്ടിന് സഞ്ചരിക്കാൻ കുറച്ച് സമയം വേണം, അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞേ നമ്മൾ ഇടിവെട്ടിയതിന് ശേഷം ശബ്ദം കേൾക്കുള്ളൂ. അപ്പോൾ ആക്ച്വലി സോഴ്സിൽ നിന്ന് നമ്മളിലേക്ക് എത്താനുള്ള സമയമാണ് 2 seconds, അല്ലെങ്കിൽ സൗണ്ട് സഞ്ചരിച്ച സമയമാണ് 2 seconds. സ്പീഡ് തന്നിട്ടുണ്ട്, സ്പീഡ് എത്ര? 340 ആണ്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കറിയാം അല്ലേ? നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? സ്പീഡും ടൈമുമാണ്. സോ സ്പീഡ് ഇൻറ്റു ടൈം is equal to ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 340 into 2 seconds ആണ്. 860 മീറ്റർ അകലെ വെച്ചിട്ടാണ് ഇടിവിറ്റിയത്. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് നോക്കാം. Which conclusion do you draw about acceleration of the particle in motion from given velocity time graph? അപ്പോൾ 2 വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫിന്റെ പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ നിന്ന് ആക്സലറേഷനെ കുറിച്ച് എന്ത് പറയാൻ കഴിയും? നമുക്കറിയാം ആക്സലറേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അല്ലെ? വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ റേറ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കടാ, ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട്, ദ ബോഡി ഈസ് കണ്ടിന്യൂയിങ് ദ സെയിം വെലോസിറ്റി, സോ നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ആക്സലറേഷൻ എത്രയായിരിക്കും? ആക്സലറേഷൻ A is equal to 0, അല്ലെ? 0 ആക്സലറേഷൻ്റെ ഒരു ഗ്രാഫാണ്. എങ്കിൽ ഇവിടെ നോക്കും മക്കളെ, ഇവിടെ എന്താ? വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം ആൻഡ് ആക്സലറേഷൻ ഉണ്ട്, ആൻഡ് ആ ആക്സലറേഷൻ എന്താണ്? പോസിറ്റീവ് ആണ്. സോ ദിസ് ഇസ് പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് മോഷൻ. കൺഫ്യൂഷൻ അല്ലോ. യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ, അങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാം. യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. എങ്ങനെയാണ് യൂണിഫോം എന്ന ടേം ഉണ്ടായത്? നോക്കിയേ, ഈ ഗ്രാഫിന് ഒറ്റ സ്ലോപ്പേ ഉള്ളൂ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആക്സിലറേഷൻ. സിംഗിൾ സ്ലോപ്പ് ഉള്ള ഗ്രാഫ് എന്താണ്? യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. അങ്ങനെയാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാം. യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, യെസ്. മൂവിങ് ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. A car accelerates uniformly from 18 km/h to 36 km/h in 5 seconds. Calculate the acceleration and distance covered by the car in that time. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കുന്നത് കാർ ഇനീഷ്യലി പോകുന്ന വെലോസിറ്റി നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി വിളിക്കും. U is equal to 18 km/h, അല്ലേ? ഫൈനൽ വെലോസിറ്റി V ആണ്, അത് 36 km/h ആണെന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ പ്രധാനപ്പെട്ട കൺവേർഷൻ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. 18 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 into 5/18, ദാറ്റ് ഈസ് 5 m/s ആണ്. ക്ലിയർ? 36 km എന്ന് പറഞ്ഞാൽ 36 into 5/18, ദാറ്റ് ഈസ് 2 into 5, 10 m/s ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 5 ആണ്, ഫൈനൽ വെലോസിറ്റി 10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടൈം എത്രയാണ്? ടൈം is equal to 5 seconds. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ equal to V minus U by T, rate of change of velocity, that is 10 minus 5 divided by 5 equal to 1 m/s². സിമ്പിൾ അല്ലേ മക്കളെ? യെസ്. ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? യൂണിഫോം മോഷൻ ആണ് ആൻഡ് ലീനിയർ ഡയറക്ഷൻ, അല്ലെങ്കിൽ എലോങ് എ ലൈൻ ആയതുകൊണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ S is equal to ut plus half at² ആണ്. U എത്രയാണ്? 5 ആണ്. 5 into T 5 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു A എത്രയാണ്? 1 ആണ്. T² എന്ന് പറഞ്ഞാൽ 25. T into T, 5 into 5, 25. Okay, so this is 25 plus 25/2. 25 plus 25/2 is 12.5. The answer will be 0.5 will be there. 0.5, last 0.5. 0.573, 37.5 meter. Simple അല്ലേ? നമുക്കിതാ പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. An object travels 14 meter in 6 seconds and another 90 meter in 3 seconds. What is the average speed of the object? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡാണ് കാണാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓർക്കുന്നില്ലേ മക്കളെ? ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? ബോഡി ആദ്യം 16 മീറ്റർ പോയി, പിന്നെ എത്ര പോയി?
19 മീറ്റർ പോയി. എത്ര സമയം കൊണ്ടാണ്? ഇനീഷ്യലി 4 ആയിരുന്നു, പിന്നെ അത് 3 ആയി മാറി അല്ലേ. 16 + 19 വേണം. 16 + 20 ആണെങ്കിൽ 36 ആയിരുന്നു. സോ ദിസ് ഇസ് 35 അല്ല 25 35 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ദാറ്റ് ഈസ് 5 അല്ലേ. 5 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദി ആവറേജ് സ്പീഡ്. ക്ലിയർ അല്ലേ മക്കളെ? 16 26 36 യെസ് 35 by 5 സെക്കൻഡ്. സോ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ മക്കളെ. എ ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് മൂവ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ തന്നിട്ടുണ്ട്. a is equal to 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫോർ 2 മിനിറ്റ്സ്. t is equal to 2 മിനിറ്റ്സ് ആണ്. അവിടെ നിങ്ങൾ ഓർക്കണം, നമ്മൾ എന്തിലേക്ക് മാറ്റണം? അതിനെ സെക്കൻഡിലേക്ക് വേണം. 2 × 60 = 120 സെക്കൻഡ്സ്. മനസ്സിലായോ? യെസ്. ആൻഡ് നമ്മളോട് പറഞ്ഞു സ്പീഡ് അക്വയർഡ് എന്ന് പറഞ്ഞാൽ v ആണ്. അതിന് ഫൈനലി കിട്ടിയ സ്പീഡാണ്. v is equal to u + at ആണ് ഇക്വേഷൻ. u എത്രയാണ്? ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. അപ്പോൾ u എത്രയാണ് മക്കളെ? 0 അല്ലേ. അപ്പോൾ 0 + a × t ദാറ്റ് ഈസ് 0.5 × 120 ദാറ്റ് ഈസ് 60 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സിമ്പിൾ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് കവേർഡ് s is equal to ut + half at square that is initial term 0 ആണ്. u × t 0 + half × 0.5 × എത്രയായിരുന്നു മക്കളെ? t square 120 square. So this will be 1/4 ആയിരിക്കും. 120 × 120 ആണ്. 120 by 4 ചെയ്താൽ you will get 30. 3 12s are 36. 3600 meter. 3600 meter. Simple. Okay. And moving to the final question. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് ദിസ് മച്ച്. എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. u is equal to 90 km/h ആണ്. Brakes are applied so as to produce a uniform acceleration of a is equal to -0.5 meter per second square. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? വി ആർ അപ്ലൈയിങ് ബ്രേക്സ്, വി ആർ റെഡ്യൂസിങ് സ്പീഡ് വിളിക്കുന്ന പേരാണ് റീടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ. ഇൻ ദാറ്റ് കേസ് ആക്സിലറേഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറ്. ദിസ് ഇസ് ഇറ്റ്. ഫൈൻ ഹൗ ഫാർ വിൽ ദ ട്രെയിൻ ഗോ ബിഫോർ ഇറ്റ് ബ്രോട്ട് റെസ്റ്റ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എസ് ആണ് അല്ലേ. എസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്രയും സമയം ഉപയോഗിച്ച ഇക്വേഷൻ ആണ് ഏതാണ്? എസ് is equal to ut + half at square. നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂ? ഇല്ല. കാരണം എന്താണ്? ടൈം ഈസ് നോട്ട് പ്രൊവൈഡ്. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നമ്മൾ ഉപയോഗിക്കും v² is equal to u² + 2as എന്ന ഇക്വേഷൻ ഉപയോഗിക്കും. അതിൽ v² is equal to v is equal to 0 ആണ്. ബ്രോട്ട് ടു റെസ്റ്റ് അല്ലേ. അവസാനം ട്രെയിൻ സ്റ്റോപ്പ് ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0 equal to 90 km/h നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 90 km/h എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? ശ്രദ്ധിക്കും മക്കളെ. ദാറ്റ് ഈസ് 90 × 5/18. ഇതും കട്ട് ചെയ്താൽ 5 കിട്ടും. യു വിൽ ഗെറ്റ് ദി ആൻസർ 25. അപ്പോൾ 25 സ്ക്വയർ മൈനസ് 2 × 0.5. ആ 0.5ഉം 2 ആണ്. ഈ മൈനസ് ആയിട്ട് വന്നിട്ട് ഇൻറ്റു യെസ്. ഓക്കെ മക്കളെ. അപ്പോൾ 25 സ്ക്വയർ ഈക്വൽ ടു 2 × 0.5 is 2 × 0.5 is 1. 1 × s is yes. അപ്പോൾ 25 സ്ക്വയർ ആണ് നമ്മുടെ എസ്. ആ എസിൻ്റെ വാല്യൂ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമുക്ക് ഇനിയും കാണാം. See you.